നൈക്കിന്ന് വന്ന് ഈ പെട്ടി നമുക്ക് പൊട്ടിച്ചാലോ? പെട്ടി കിട്ടുമ്പോഴേ പൊട്ടിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുണ്ട് എൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. ഇത് ഞാൻ കടിച്ച് പിടിച്ച് വെച്ചിരുന്നതാണ്. ഫൈനലി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ വളരെയധികം തവണ പിന്നെയും പിന്നെയും വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് ഇതിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ അത് കാണിക്കാം. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗമാകുമെങ്കിൽ നല്ലതല്ലേ? പെട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും നമുക്കിങ്ങനെ ഓരോന്ന് തുറന്ന് കാണിച്ച് പറയാം. അതിൽ അതിൻ്റെ ഒരു കീഴ്വഴക്കം. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ തുറക്കാൻ പോകുന്നത് ആദ്യം കിട്ടിയ ബില്ലാണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് തുറന്നു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ തവണ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റം. ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന ഷാമ്പും കണ്ടീഷണറുമാണ്. ഇപ്പം ബേറനാട്ടമി എന്നുള്ള ബ്രാൻഡ് ഞാൻ പറഞ്ഞു തരണ്ട, ഒരുപാട് പേർക്ക് അറിയായിരിക്കും. പക്ഷേ അടിപൊളിയാട്ടോ. നമ്മളുടെ ഹെയറിൻ്റെ ഏത് കൺസേണിനും ഡിഫറെൻറ്റ് റേഞ്ചസ് ഉണ്ട്. അവർക്ക് ഡാൻഡ്രഫ് ആണെങ്കിൽ ഡാൻഡ്രഫ്, ഹെയർ ഫോൾ ആണെങ്കിൽ ഹെയർ ഫോള്, ഫ്രിസ്നെസ് ആണെങ്കിൽ അതങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ എല്ലാ വേരിയൻസും ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട് എൻ്റെ കൺസേൺ അനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷണറും ഷാമ്പു ആണ് ആദ്യം തന്നെ ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്തെടുത്തത്. എൻ്റെ കണ്ടീഷണറാട്ടോ. ആ ഡപ്പ അടിപൊളിയില്ലേ കാണാൻ. ഇതതിൻ്റെ ഷാമ്പു. അപ്പം ഞാൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഒരു വേരിയൻ്റ് എടുക്കുന്നത് അതിൻ്റെ തന്നെ കണ്ടീഷണറായി ഞാൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ അങ്ങ് എടുക്കുന്നു. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, നന്നായിരിക്കും. മോശമാവത്തില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറേ കെമിക്കൽസ് ഒന്നും ഇതിനകത്തില്ല. ഡീറ്റെയിൽസിലോട് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അതായിരുന്നു ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഐറ്റം വളരെ എസെൻഷ്യലായ നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. ഇത് യൂസ് ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം എസെൻഷ്യലാണെന്ന്. ഇതെന്നെ തീർന്നു പോയതുകൊണ്ട് ഞാൻ വലിയ തന്നെ കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു മിസലാർ വാട്ടറാണ്. ഇത് ഗാർണിയറിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ കുഞ്ഞു ബോട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എൻ്റെ ഫേസ് വാഷ് ക്ലെൻസറായ സെറ്റഫിലിൻ്റെ ക്ലെൻസറാണ്. അടിപൊളിയാട്ടോ. പിന്നെ ഇതൊരു ഫസ്റ്റ് പർച്ചേസാണ്. ഒരു ഹൈലൈറ്റർ, ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ്. കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 1-2 വട്ടം ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിച്ച ശേഷം റിവ്യൂ പറയുന്നതായിരിക്കും നല്ലത്. എനിവേസ് അത്യാവശ്യം കുഴപ്പമില്ല. ആ പ്രൈസിന് ഓക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ നൈക്ക പെട്ടി തുറക്കൽ.